വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. ശ്രേഷ്ഠമേറും നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴ കാംക്ഷിച്ചിടുന്നേ. ആശു തൻ്റെ കൂടെ വാഴ കാംക്ഷിച്ചിടുന്നേ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 9:7-8 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 9 വേർഡ്സ് 7 and 8. ആകയാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ അനവധിയായി പെറ്റുപെരുകുവീൻ. ആൻഡ് യു ബി എ ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, ബ്രിങ് ഫോർത്ത് അബണ്ടൻ്റ്ലി ഇൻ ദ എർത്ത് ആൻഡ് മൾട്ടിപ്ലൈ ദെയറിൻ. ദൈവം പിന്നെയും നോഹയോടും അവൻ്റെ പുത്രന്മാരോടും അരുളി ചെയ്തത്. ആൻഡ് ഗോഡ് സ്പേക്ക് അൻടു നോഹ ആൻഡ് ടു ഹിസ് സൺസ് വിത്ത് ഹിം സേയിങ്. സെക്കൻഡ് സെഷനിലേക്ക് പോവാം. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. There are many ways to bring glory to God, but they can be summarized in God's 5 purposes for your life. We will spend the rest of this book looking at them in detail, but here is an overview. We bring God glory by worshipping Him. Worship is our first responsibility to God. We worship God by enjoying Him. C.S. Lewis said, in commanding us to glorify Him, God is inviting us to enjoy Him. God wants our worship to be motivated by love, thanksgiving and delight, not duty. John Piper notes, God is most glorified in us when we are most satisfied in Him. Worship is far more than praising, singing and praying to God. Worship is a lifestyle of enjoying God, loving Him and giving ourselves to be used for His purposes. തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവേർബ്സ് ചാപ്റ്റർ 8 വേർഡ്സ് 11 and 12. സദൃശവാക്യങ്ങൾ 8:11-12. ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാവുന്നു, മനോഹരമായ യാതൊന്നും അതിന് തുല്യമാകിയില്ല. ഫോർ വിസ്ഡം ഈസ് ബെറ്റർ ദാൻ റൂബീസ് ആൻഡ് ഓൾ ദി തിങ്സ് ഗാഡ് മേ ബി ഡിസൈഡ് ആർ നോട്ട് ടു ബി compared to it. ജ്ഞാനമെന്ന് ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടുപിടിക്കുന്നു. ഐ വിസ്ഡം dwell with prudence and find out knowledge of witty inventions. ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 1 വേർഡ്സ് 20. മത്തായി 1:20. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയെ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു.
But while he thought on these things, behold, the angel of the Lord appeared unto him in dream, saying, Joseph, thou son of David, fear not to take unto thee may thy wife, for that which is conceived her is of the Holy Ghost. നമുക്ക് 5th സെഷനിലേക്ക് പോകാം. ഫോർ ചിൽഡ്രൻ. സൈന്യാധിപൻ ഇത് കേട്ട ഉടൻ തന്നെ 3 കുന്തവും എടുത്തുകൊണ്ട് ചെന്നു. അയാൾ ആ കുന്തങ്ങൾ ജീവനോടെ തൂങ്ങിക്കിടന്ന അബ്ശാലോമിന്റെ നെഞ്ചത്ത് കുത്തിയിറക്കി. യോവാബിന്റെ 10 സൈനികർ വന്ന് അബ്ശാലോമിനെ കൊന്നുകളഞ്ഞു. അപ്പോൾ യോവാബ് കാഹളമൂതി യുദ്ധം നിർത്താനുള്ള അടയാളം നൽകി. സൈന്യമെല്ലാം മടങ്ങി വന്നു. അവർ അബ്ശാലോമിന്റെ ശരീരമെടുത്ത് കാട്ടിലുള്ള ആഴമേറിയ ഒരു കുഴിയിൽ ഇട്ടു. കല്ലുകൾ പെറുക്കിയിട്ട് ആ കുഴി മൂടി. അതിൻ്റെ മീതെ കല്ലുകൾ കൊണ്ടൊരു കൂന കൂട്ടി. അബ്ശാലോമിന്റെ കൂടെയുള്ള സൈന്യം മുഴുവനും തോറ്റോടി. ഓരോരുത്തൻ അവരവരുടെ വീടുകളിലേക്ക് ഓടിക്കളഞ്ഞു. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ദാവീദ് ഞെട്ടിപ്പോയി. അടുത്ത ഒരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ ദാവീദ് ഞെട്ടിപ്പോയി. 2 ശമൂവേൽ 18:19-33 വരെ. ദൈവം രാജാവിനെ തൻ്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത് സന്തോഷ വാർത്ത ഞാൻ രാജാവിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറയട്ടെ എന്നൊരു പുരോഹിതൻ്റെ മകനായ അഹീമാസ് യോവാബിനോട് അനുവാദം ചോദിച്ചു. ശരി, പൊയ്ക്കൊള്ളുക. യോവാബ് അനുമതി നൽകി. അങ്ങനെ അഹീമാസ് യോർദാൻ താഴ്വരയിലുള്ള റോഡിലൂടെ ഓടി. അഹീമാസ് രാജാവിനെ കണ്ട് രാജാവിൻ്റെ പാദത്തിൽ വീണു വന്ദനം ചെയ്തു. ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം, അയാൾ പറഞ്ഞു. തിരുമനസ്സിനെതിരായി എഴുന്നേറ്റ മനുഷ്യരെ ദൈവം തോൽപ്പിച്ചിരിക്കുന്നു, അങ്ങ് വിജയിച്ചിരിക്കുന്നു. അബ്ശാലോം രാജകുമാരന് കുഴപ്പമൊന്നുമില്ലല്ലോ? ദാവീദ് രാജാവ് ചോദിച്ചു. അതിനിടയിൽ തന്നെ ഒരടിമ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവ് തിരുമനസ്സേ, ഞാനൊരു സന്തോഷ വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. ദൈവം അങ്ങയ്ക്ക് വിജയം നൽകിയിരിക്കുന്നു പറഞ്ഞു. അബ്ശാലോം രാജകുമാരൻ സുഖമായിരിക്കുന്നുവോ? രാജാവ് പിന്നെയും ചോദിച്ചു. അവന് സംഭവിച്ചത് രാജാവിൻ്റെ ശത്രുക്കൾക്കെല്ലാം സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അടിമ രാജാവിനോട് പറഞ്ഞു, തൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന്. അപ്പോൾ ദാവീദ് രാജാവിന് മനസ്സിലായി. അദ്ദേഹം അത്യധികം ദുഃഖിച്ചു. പടിവാതിലിന് മുകളിലുള്ള ഒരു മുറിയിൽ അദ്ദേഹം കയറി. എൻ്റെ മകനെ, എൻ്റെ മകൻ അബ്ശാലോമേ, എൻ്റെ മകനെ, നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ മകനെ അബ്ശാലോമേ എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി. നമ്മുടെ 5 സെക്ഷനിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.